എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് ഇടുകയാണെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് ഇടുകയാണെങ്കിൽ ഇറങ്ങ് പഴയ മുതുക്കിന്റെ ഈ ഗരാജിന്റെ ഒരു രസമൊന്നും വേറൊരു പുതിയൊരു ഇതിനും വരത്തില്ല. എന്തൊക്കെ പറയാൻ എത്ര വാറുകള് പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ വാറ് കാണുന്നിട്ടുണ്ടായിരുന്നു. സൗണ്ട് ഈ ഓർമ്മയുണ്ട്. അമ്പത്തൂരിന്റെ ഫ്ലാങ്ക് കിടന്ന് ഇവിടെ വെച്ചാ എനിക്ക് ഓർമ്മ. അതൊക്കെ ഒരു കാലം. അപ്പൊ എന്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് പറഞ്ഞു തരും. ഒട്ടും ഫേവറേറ്റ് ഇല്ലാത്ത കൊണ്ടു എന്താടാ ഈ സ്കിബിടി പറഞ്ഞത്? ഒന്ന് കേൾക്കാണട്ടെ അവൻ പറഞ്ഞത്. പോറന്ന് ആര് പോറാണല്ലോടാ. എന്ത് ചെയ്തി ഇറിച്ചാണോ നീ? വേറെ തെറിയാണ് ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് തെറി വിളിക്കാൻ താല്പര്യമില്ലാത്തതിനെ വിട്ടേക്കുന്നു. എടാ ഞാൻ പറയാം, എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് എടുക്കണേ OG മെമ്പേഴ്സിൻ്റെ കാര്യം ഞാൻ കൂട്ടത്തില്ല, മനസ്സിലായില്ലേ? ഇപ്പം അവസാനം വന്നു കഴിഞ്ഞാൽ ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ ഇപ്പം കറൻ്റ് നമ്പർ വന്നത് ഇറ്റാച്ചിയാണ്. കാരണം എൻ്റെ ഒരു ഐഡിയോളജിയായിട്ട് മാച്ചായി പോണ ഒരു പയ്യൻ പവനേ ഉള്ളൂ, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിന്ത ഒരു രീതി ഉണ്ടല്ലോ, അത് കറക്റ്റാണ്, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റിയിലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വേണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തി. ആകെ ഇച്ചിരി കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൽ നിന്ന് കുറച്ച് തെറ്റിപ്പോണ ഭാഗം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യൻ ഇച്ചിരി പെട്ടെന്ന് തെറി വിളിച്ചു ഒത്തിരി, മനസ്സിലായില്ലേ? ഇച്ചിരി സോൾട്ട് വാട്ടർ ഇച്ചിരി കിട്ടി കഴിച്ചു കഴിഞ്ഞാൽ പയ്യ ആസിലോട്ട് ആസിൽ കയറ്റാൻ പറയും. അതേപോലെ ഞാനെന്ത് ചെയ്യാനാണ്? അവന്മാര് വന്നിട്ട് പറഞ്ഞു പുട്ട് സാൾട്ട് വാട്ടർ പറഞ്ഞു. അത് അത്ര കുഴപ്പമുള്ളൂ. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോ ഇവിടെ ഉള്ളവരൊക്കെ ആക്റ്റീവ് ആണ്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇപ്പം സാവേജ്, സ്നൈപ്പ്, നിക്ക്, പിന്നെ വില്ലുമോൻ, ഇവരൊക്കെ ആക്റ്റീവാണ്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നേരെയാക്കി പയ്യന്മാർ ലെവലിലോട്ട് വരുന്നുണ്ട്. എന്നാലും ഇറ്റാച്ചിനെ നിങ്ങളൊരു മാതൃകയാക്കിയിട്ട് മുന്നോട്ട് പോയ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, എല്ലാരും കേട്ടോളാ. നീയാ? നിന്റെ പേരില്ല, ലിസ്റ്റിലില്ല, മനസ്സിലായില്ലേ? നിന്റെ പേര് എന്തിനാണ് ലിസ്റ്റിൽ ഇപ്പൊ കൊടുക്കേണ്ടത്? ഞാൻ എനിക്ക് ഈ പിള്ളേരെ എല്ലാരും ഇനി പെണ്ണുങ്ങളെ മടി കിടന്ന് ഉറങ്ങാൻ പറയണോ പോയി? ഞാനാ ഇല്ല ഞാനൊരു കാര്യം വിളി സംസാരിക്കുന്നു. എല്ലാരും പറയുന്നത് ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെന്നാണ്, മനസ്സിലായോ? എല്ലാവർക്കും ലവ് യു. അപ്പം നമ്മുടെ ഓറാടെ കണ്ണാപ്പിന്റെ എവിടെയും കൂടി. കണ്ണാപ്പി നീ എവിടെ ഇങ്ങനെ വന്നാണ്? വേഗം ഇനി ഓടിയോ ഈ പിങ്ങിലോട്ട് ഓടിയോ. അവൻ ഡൗട്ട് വരത്തെന്ന് പറഞ്ഞു കേട്ടില്ലേ നേരത്തെ? അവന് ചന്തി എങ്ങോട്ട് മറ്റേ ടാറിൻ്റെ അകത്ത് വെച്ച് പൊള്ളിക്കുമ്പോ ഒരു സുഖം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഈ ഡൗട്ട് വരത്തെന്ന് പറഞ്ഞ് കേറി ഇരിക്കുന്നത് ഇങ്ങനെ. പണ്ടോട്ട് തറയിരുന്ന ശീലം പറയണേ. അതെ തറ സ്വഭാവം തന്നെ കയ്യില് മൊത്തം. ഓക്കെ എടാ നീ വരുന്നുണ്ടോ കണ്ണാപ്പി? ഞാൻ എനിക്കല്ലേ ഇവിടെ ഒരു പരിപാടി തുടങ്ങാനാണ്. വേഗം നീ അവിടെ കിടന്ന് വട്ടത്തിൽ കറങ്ങുമ്പോൾ എനിക്ക് കാണാല്ലേ കണ്ണാപ്പി? കണ്ണാപ്പി നീ കേൾക്കുന്നുണ്ടാ? പിന്നെ നിന്നെ നീ കട്ട് ചെയ്യും കേട്ടാ. ഓ എല്ലാം കാണുന്നുണ്ടപ്പോ നീ. ഓക്കെ അപ്പം സൂപ്പർ. എന്തിനു പറയാനടാ ഇങ്ങനെയുള്ളവന്മാരെ? ഇതൊക്കെ വെച്ചാണ് ഇങ്ങനെയുള്ളവരെ വെച്ചൊക്കെ ഒരു ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകണത്. ആൾറെഡി മെമ്പറാണ് ഒട്ടറിഞ്ഞവരാന്ന് ഉദ്ദേശിച്ചത്. സൂപ്പർ ചെറിയ മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ചെയ്താൽ ഉദ്ദേശിച്ചതാ. സോറി. താങ്ക് യു സോ മച്ച് അത്യാദ. താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്. അപ്പം കാര്യത്തിലേക്ക് കടക്കാം ഇനി. ഓക്കെ, ഓറ ഈ ആഴ്ചത്തെ ഓറ നിങ്ങൾ 6 പേർക്ക് മാത്രമേ എന്തായാലും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുള്ളൂ. കാരണം ഇന്ന് ഓറയുടെ ആയിട്ട് ആരും വന്നിട്ടില്ല. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാവേജ് അവനും വന്നിട്ടില്ല. അവനെ കൂടി കൂട്ടാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്.
അന്നത്തെ ട്രിപ്പ് വെച്ചതൊക്കെ നോക്കുമ്പോ അന്നാ സാവേജിനോട് കൂട്ടാ കുഴപ്പമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇപ്പം ഓവറയുടെ കണക്ക് പ്രകാരം ഏറ്റവും മുൻപന്തിയിൽ നിന്നത് നമ്മുടെ മദാരയായിരുന്നു. മദാരക്കായിരുന്നു ഏറ്റവും ഏകദേശം ഒരു 50 ഓവറൊക്കെ അടുത്തുണ്ടായിരുന്നു മദാരക്ക്. തൊട്ട് പിന്നില് ഇറ്റാച്ചി, അതിന്റെ പിന്നില് സ്നൈപ്പ്, അതിന്റെ പിന്നില് കണ്ണാപ്പി. അല്ല സ്നൈപ്പിന് മുമ്പിലായിരുന്നു ആണോ? എനിക്ക് 42 ഉണ്ടായി. നിനക്ക് എത്ര ഉണ്ടായിരുന്നു കണ്ണാപ്പി? എനിക്ക് 46 ഉണ്ടായിരുന്നില്ലേ? ഓ ശരി 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 ശരി. അപ്പം ഇതില്ലാത്ത ഈ ആഴ്ചത്തെ ഓറ കട്ടായി പോയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് മദാര എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവെള്ളയിലിരിക്കുന്ന മറ്റേ ഇതുണ്ടല്ലേ, കൈവെള്ളയിലിരിക്കുന്ന മറ്റേ എന്തൊരു പറയല്ലോ അതിന്റെ എത്രയാണ് സമ്മാനത്തിനെ ഇങ്ങനെ തട്ടിക്കളയോന്ന് പറയുമല്ലോ, അതായിരുന്നു മദാരത്തിന്റെ സ്വഭാവം. ഒരാഴ്ചത്തേക്ക് പോലും പെണ്ണുങ്ങളോട് ഒരു ലിമിറ്റഡ് സംസാരിക്കാൻ പോലും വയ്യ. അങ്ങ് കൊഞ്ചല് കൊഴയല് മറ്റേ 24 മണിക്കൂർ അങ്ങോട്ട് എടാ തെളിവ് സൈതെടുത്ത് ഞാൻ കാണിക്കുക. നീ വർത്താനം പറയല്ലേ എന്റെ അടുത്ത്. നീയാണോ തീരുമാനിക്കുന്നത്? ഉണ്ടായിരുന്നാ മതി, ഞാൻ തീരുമാനിച്ചോളാം. അടുത്ത രണ്ടാമത്തത് പിന്നെ കണ്ണാപ്പി പെണ്ണുങ്ങളുടെ അടുത്ത് അങ്ങോട്ട് പോയി മറ്റേ ഉടക്കുന്ന രീതിയിൽ അറ്റൻഷൻ സീക്കി. ടിപ്പിക്കൽ തീട്ട സ്വഭാവം, മനസ്സിലായില്ലേ? അതിന്റെ പേരിൽ കണ്ണാപ്പിയുടെ ഓറ പകുതി കട്ട് ചെയ്തു. അപ്പൊ 46 എന്ന് പറഞ്ഞത് നേരെ 23ലേക്ക് കണ്ണാപ്പി. ഓക്കെ, ഇനി അടുത്തത് സ്നൈപ്പ്. നമ്മളടുത്ത് പറഞ്ഞത് റിബൽസ് ആണ്, മൊത്തത്തിൽ അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിൽ പയ്യെ മേഘയുമായിട്ട് പോക്ക്, മിന്നിക്കുട്ടിയുടെ കൈ കൊണ്ട് അടികൊണ്ട് ചാവക്കാം, ഇതൊക്കെയാണ് ജോലി. അതിന്റെ പേരിൽ ഞാൻ അപ്പോഴേ പറഞ്ഞു അറ്റേ ടൈമില് ഡുവൽസ് ഉപയോഗിക്കുന്ന പരിപാടി നീ ചെയ്യല്ലെന്ന്. നീ അതിനുശേഷം പോയിട്ടുണ്ട്, അതിനുശേഷമേ നീ പോയിട്ടുള്ളൂ. കള്ളൻ പണിഷർ അപ്പി താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. അപ്പം അതിന്റെ പേരിൽ സ്നൈപ്പിന്റെ ഒരു 10 ഓറ കട്ട് ചെയ്തിട്ടുണ്ട്. സ്നൈപ്പ് 42 നേരെ 32. അല്ലല്ല, അവൻ ചെയ്ത തെറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാല് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഊമ്പനാണ്, മനസ്സിലായ? നീ ഒരു ദിവസം 10 പെണ്ണുങ്ങളോടാണ് സംസാരിക്കുന്നത്, 10 പെണ്ണുങ്ങളോട്. ഞാനൊരു കാര്യം പറയട്ടെ, നീ വെറുതെ ഇരുന്നിട്ട് ഒരു പെണ്ണിനെ പോയി പീഡിപ്പിച്ചിട്ട് നാളെ വന്നിട്ട് പറയണം അണ്ണാ ഞാൻ പീഡിപ്പിക്കല്ലേ ചെയ്തുള്ളൂ, ഞാൻ അവിടെ അടുത്ത് കൊഞ്ചി റൊമാൻസ് അല്ലോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് ഓറങ്ങ് തരാടാ. ഞാൻ പ്രൊമോട്ട് ഞാൻ അങ്ങനത്തെ ഒരാളാടാ. നീ മറ്റേ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യുന്നവനാടാ ഞാൻ. നീ അവക്ക് എന്ത് ചൊറിയുന്ന നിന്റെ അടുത്ത് പറഞ്ഞ ഒന്ന് ചൊറിഞ്ഞു കൊടുക്കാൻ? എടാ നീ അല്ലല്ല അത്ര നീ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട അത്. അപ്പം ഇതിൽ ഈ ആഴ്ചയിൽ ഏറ്റവും കറക്റ്റായിട്ട് പിന്നെ നിക്കുണ്ടല്ലേ കൽഹാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് അവിടെ ഷൂ പോളിഷ് ചെയ്ത് അവളെ കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി വിടും. റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊട്ട് തൊട്ട് പൗഡർ ഇട്ട് ക്യൂടെക്സ് മേക്കപ്പ് ലിപ്സ്റ്റിക്. അല്ല അവര് ഓറയില്ല അവൻ പൂറ ഓറയല്ല അവര് ഓറയില്ല അവര്. അപ്പം ഇനി അടുത്തത് SRK വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ഓറ ക്ലബിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഈ ആഴ്ചത്തെ SRKയുടെ കണക്ക് പ്രകാരം SRKയുടെ ഓറ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. 30 എണ്ണോ? അതെന്തൊരു ഹൈഡ് ആൻഡ് സീക്കിലുള്ളത് മാത്രല്ലടാ ഉള്ളു നിനക്ക്. അപ്പൊ 30 ഹൈഡ് ആൻഡ് സീക്കില് 2 പോയിന്റ് വെച്ചിട്ടില്ലായിരുന്നോ കേറ്റിക്കൊണ്ടിരുന്നത് മറ്റേ കണ്ടുപിടിച്ചൊരു മറ്റേ സാധനത്തിനും. ഓക്കെ അപ്പം ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലുള്ള ആരാണ്? ഇറ്റാച്ചിയാണ്. അപ്പൊ ഈ ആഴ്ചയില് ഒരു പെണ്ണുങ്ങളോടും പോയി സംസാരിക്കാതെ എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിന്നത്. പക്ഷെ ഇറ്റാച്ചിക്ക് 1 മണിക്കൂർ സിറ്റി കാറല്ലോ, പിന്നെ എങ്ങനെ ഞാൻ അത് പറയട്ടെ. പക്ഷെ ഇറ്റാച്ചി നീ ഒരു തെറ്റ് ചെയ്തു. ഒരു പെണ്ണിനോട് ഒരിക്കലും ഒരു പെണ്ണിന്റെ ആസിൽ ഒരിക്കലും സാൾട്ട് വാട്ടർ ഒഴിക്കാൻ നീ പറയരുത്. അത് നീ ചെയ്ത തെറ്റാണ്.
അതിന് നിന്റെ 5 ഓവർ ഞാൻ കുറച്ചു. ഓക്കെ, എന്നാലും നിനക്കൊരു 40 ഓവർ കാണുമെന്നാണ് ഒരു വിശ്വാസം. ഇതാരാണ്? എന്നെക്കാട്ടി വലിയ തെറ്റിലാണ് ചെയ്തേക്കുന്ന ഇറ്റാച്ചി. ഇതാരാ? എനിക്ക് മാത്രം എന്താണ് പകുതി വീടാണോ ഇത്? ഇത് അയ്യേ സൂപ്പറായിട്ടുണ്ടല്ലോടാ. ഓക്കെ, അപ്പൊ സ്പീഡേ നീ ഇല്ലായിരുന്നോ പറയാൻ പോലെ? ഇറ്റാച്ചി ചെയ്തതാണ്. ഇല്ല അത് എനിക്ക് അത് മാത്രം എന്താണ് പകുതി കണ്ണാപ്പി. അതിന്റെ അകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ അങ്ങോട്ട് പോയി ചൊറഞ്ഞല്ല അത്, മനസ്സിലായില്ലേ? അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്റെ ആസിഡിട്ട് കുറച്ച് സാൾട്ട് വാട്ടർ ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു നിന്റെ കൂടെ വയ്ക്കുന്നുള്ള എടുത്തെടുത്ത് ഒഴിച്ചു കൊടുക്കാൻ അവൻ പറഞ്ഞു. ഇതാണ് ഉണ്ടായത്, മനസ്സിലായി? പക്ഷേ അത് തെറ്റാണ്, അതിനെ ന്യായീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനത് ശിക്ഷ കൊടുത്തത്. അത് അവൻ നിശ്ചയത്തില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പകുതി ഉറക്കാനുള്ള മിസ്റ്റേക്ക് ഉണ്ടോ? ഒരു 10 ഓറായിരുന്നേ ഓക്കെ. ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ 49% കുറച്ചുള്ളൂ. 51% ഓറ എടുത്തോ. അണ്ണാ 1% ഡിസ്കൗണ്ട് ഉണ്ട്, അത് മതി. അപ്പൊ ഇത് സ്പീഡ് നീ ഓറ ക്ലബിൽ ഉണ്ടായിരുന്നോ? എത്ര ഓവർ ഉണ്ടായിരുന്നു? 10 നീ അന്ന് ഇത് കളിക്കാൻ ഉണ്ടായിരുന്നോ? ഹൈഡ് ആൻഡ് സീക്ക് ട്രിപ്പിന് ഉണ്ടായിരുന്നോ? ട്രിപ്പിന്റെ 10 തരാം. പിന്നെ അല്ലറ സില്ലറ എല്ലാം കൂടി കുഴിച്ചേർത്ത ഒരു 15-16 ഓവർ കാണും. മിണ്ടിയിട്ടില്ല. അപ്പൊ അതിനെല്ലാവരും ചേർത്തൊരു അപ്പൊ അതിന് ഒരു 10 ഓവർ എക്സ്ട്രാ. അപ്പൊ 26 ഓവർ നിനക്കുണ്ട്. ഇവന്മാര് പറഞ്ഞ എന്താന്ന് വെച്ചാ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിക്ക് പറഞ്ഞു നിക്കിന് റോസിനോടും കൽഹാരനോടും വേറൊരു കൊച്ചിനോടും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അന്നാ സത്യമാണ് അണ്ണാ, അത് സത്യമാണ്. നിന്റെ പേരിലുള്ള ആരോപണം നീ പ്രൂവ് ചെയ്തത് വരെ നിന്റെ ഓറകളെല്ലാം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് സ്പീഡ് അത് പറഞ്ഞില്ല. സ്പീഡ് സ്നൈപ്പ് സത്യം പറഞ്ഞ സ്ഥിതിക്ക് ഓറ കുറച്ച് കൊടുക്കേണ്ട വരുമല്ലോ. ഇല്ല അതിലില്ല. ഈ ആഴ്ചത്തേക്കുള്ള ഓറയില്ല, ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ളതേ ഉള്ളു. അപ്പൊ സാവേജിനെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ അവൻ സത്യം പറഞ്ഞ എന്നെ പച്ചയെ ഊമ്പിക്കുകയാണ്, മനസ്സിലായില്ലേ? അവൻ പഠിച്ച കള്ളൻ, അത്ര എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? ഇൻബോൺ സിഗ്മ എന്ന് പറഞ്ഞ് മറ്റേ ഉള്ള എല്ലാം ഊഞ്ചിത്തരവും ചെയ്തിട്ട് ലാസ്റ്റ് എന്റെ അടുത്ത് വന്നിട്ട് പറയാം അണ്ണാ ഞാൻ ഒന്നിനും പോയിട്ടില്ല എന്ന് പറയും. മനസ്സിലായി? എന്റെ തെളിവില്ല കാണിക്കാൻ. പക്ഷെ എനിക്കറിയാമോ പക്കാ ഫ്രോഡാണത്. കൂട്ടത്തിലുള്ളവനെ വഞ്ചിക്കുന്ന മയിരൻ വീണ്ടും ഓറ പോയി. സ്നൈപ്പിനോട് ഞാൻ ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ അണ്ണാ, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ. നിന്റെ ഓറ അല്ലേലും ഇല്ല. എന്തിനു നീ കരയുന്നല്ലേലും നിനക്ക് 0 ഓറയാണ്. ഓക്കെ, അപ്പം കണക്കുകൾ പ്രകാരം എല്ലാവരുടെ അടുത്തും ഒരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങളുടെ ഈ ആഴ്ചത്തെ നിങ്ങളുടെ ഒരു ഇതിലുണ്ടല്ലോ ഒരു കാഴ്ചപ്പാടിൽ ഈ ആഴ്ചത്തിൽ ഏറ്റവും റബൽസിനോടും ഓറ പോയിന്റ്സിനോടും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിച്ച ആൾക്കാരാരാണ്? ഒരാളുടെ പേര് ഇല്ലണ്ണ, ഞാൻ അങ്ങനെ നോക്കുവാണെങ്കിൽ ആരും ഇല്ലണ്ണ. പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഇല്ല. SRKയുടെ കൂത്താട്ടൊക്കെ ഞാൻ കണ്ടാണ്. ആരും പെർഫെക്റ്റ് അല്ല, അത് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഉള്ളതിലെ കുറച്ച് ബെറ്റർ കണ്ണാപ്പിനായിട്ടൊക്കെ എന്തുകൊണ്ടും ബെറ്റർ. ഞാൻ ബെറ്റർ അല്ലടാ. നീ ബെറ്റർ അല്ല, നീ പൂറാണ്, വെറും പൂർ. ഓക്കെ, അപ്പൊ ഈ ആഴ്ചത്തെ കണക്കൂട്ടൽ വെച്ചിട്ട് നമ്മുടെ ഓറ വിന്നർ ഇറ്റാച്ചാണ്. ഇറ്റാച്ചയ്ക്ക് സമ്മാനമായിട്ട് 1K GPay ലഭിക്കുന്നതായിരിക്കും. അതാണ് അത്. സമ്മാനമുണ്ട്. ഇല്ല അതുണ്ട്. ഇല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചു തരുവണ്ണ. അത് മതി, എനിക്ക് അത് മതി. ഇതിന്റെ അകത്ത് മറ്റേ പ്രീമിയം മതിയാ? പ്രീമിയം അല്ല, ഒരു വണ്ടി, ഒരു കാർ ഇതിന്റെ അകത്ത് ഓടിക്കാൻ വേണ്ടി. ഓക്കെ, ഒരു കാർ അത് മതി എന്നാണ് നീ പറയുന്നത്. എനിക്ക് അത് മതി. എന്നാ ഓക്കെ, നിന്റെ ഇഷ്ടം. അല്ലെങ്കിൽ അതാണ് സമ്മാനം കേട്ടോ. ഏത് വേണമെങ്കിലും തീരുമാനിക്കാം. ഓക്കെ, എന്നാ ഇറ്റാച്ചിയുടെ ആഗ്രഹം അതാണ്, അത് സാധിച്ചു തരും. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ചത്തേക്കുള്ള ഓറ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഓറ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആകുമ്പോൾ എന്താണ് സമ്മാനം എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഇതിനും വലിയ സമ്മാനങ്ങളൊക്കെ വരും, മനസ്സിലായോ? ചിലപ്പം പല സാധനങ്ങളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, മനസ്സിലായില്ലേ?
ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല. ചിലപ്പോ വലിയ സമ്മാനമായിരിക്കാം, ചിലപ്പോ ചെറിയ സമ്മാനം, എന്ത് വേണേലും ആയിരിക്കാം. ഓക്കെ സെറ്റ് ഓക്കേ അണ്ണാ. ഓക്കെ